നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലാ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ഡോക്ടർ KG വിശ്വനാഥൻ സാറാണ്. സർ, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്ന ഒരു ഡോക്ടർ, വളരെ കാലമായി ഈ ഒരു മേഖലയിൽ സർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സർ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ ആ ഒരു കുറ്റവാളിത്തം, ആ ഒരു മനോഭാവം കൂടുതലായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? സാറിന്റെ അഭിപ്രായം എന്താ? അത് നമുക്ക് പത്രവാർത്തകൾ നമുക്ക് അങ്ങനെയാണ് ഒരു പിക്ചർ തരുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഒരു 10 കൊല്ലം മുമ്പത്തെ ഇതും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ആ റേഷ്യോയിലൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ റിപ്പോർട്ടിംഗ് കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ ആളുകൾ ധരിച്ചു വശാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കുറ്റവാളികൾ പെരുകിക്കൊണ്ടിരിക്കുക എന്നാണ്. പക്ഷെ സത്യം അതല്ല. റിപ്പോർട്ടിൽ കൂടുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ചില പ്രത്യേക തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനമുണ്ട്. ഉദാഹരണമായിട്ട് ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാരകായുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ടെൻഡൻസി, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ശരിയായ ഇത്. അതായത് കേരളത്തിൽ പൊതുവേ ക്രൈം റിപ്പോർട്ടിങ് കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ. ആ റിപ്പോർട്ടിങ്ങിൻ്റെ കൂടുതൽ ഇതിലും വന്നിട്ടുണ്ട്. അതായത് കുട്ടികളുടെ കേസുകളിലും ആ റിപ്പോർട്ടിങ്ങിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന് റിപ്പോർട്ടിങ് കൂടി, പക്ഷേ അതേ സമയത്ത് കുഴപ്പങ്ങൾ വല്ലാതെ വർദ്ധിച്ചു എന്നതിനർത്ഥമില്ല. അതാണ്. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണല്ലോ കാണാനായിട്ട് കഴിയുന്നത്. അതെന്താ രണ്ടായിട്ട് കാണണം. കാരണം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും അത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും രണ്ട് തരം കേസുകളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു കേസാണ്. നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മയക്കുമരുന്നുകളുടെ ക്രയവിക്രയം, ഉപയോഗം ഇതൊക്കെ കൂടുതലാണെന്നല്ല, അത് കേസ് കുറ്റകരമാണ്. അപ്പം അത്തരം കേസുകളിൽ കുട്ടികൾ ചെന്ന് പെടുന്നുണ്ട്. കുട്ടികൾ സ്വയം ചെന്ന് പെടുന്നതല്ല, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ലോബികൾ, വലിയവരുടെ ലോബികളിൽ നമ്മുടെ കുട്ടികൾ ചെന്ന് പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അക്രമവാസനകൾ കുട്ടികളിൽ, അല്ല വലിയവരിലും അങ്ങനെ ഉണ്ടാവും അക്രമവാസനകൾ. അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ ആ അക്രമവാസന പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും. അതിൻ്റെ ഫലമായിട്ട് സംഘർഷങ്ങൾ, ഈവൻ കൊലപാതകം വരെ ചില കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. രണ്ടാണ്, പക്ഷെ തമ്മിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നു. മയക്കുമരുന്ന് ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ഒരു, എന്താ പറയാ, നമ്മളിപ്പോ പറഞ്ഞു ആ ഒരു കുറ്റവാസന, അതിന് കണക്റ്റഡ് ആണ് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതലായിട്ട് വഴിതെറ്റിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണെന്ന് തോന്നുന്നു. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറ്റവാസനകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളിടത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മുടെ അറിവ് സമ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമായിട്ടാണ് രൂപപ്പെട്ടത്. നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ കുട്ടികളെ പഠനത്തിൽ സഹായിച്ച ഒന്നാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സ്വതന്ത്രമായി കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാനുള്ള അവസരം കൈവന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ, അവരുടെ നിയന്ത്രണങ്ങളില്ലാതെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു രീതി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് ധരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളിൽ അനുകരണ ഭ്രമം കൂടുതലാണ്. ഒന്ന് കണ്ടാൽ അതുപോലെ അനുകരിക്കുക എന്നുള്ളത് അവരൊരു പൊതുശീലമാണ്, ആ പ്രായത്തിൻ്റെയാണ്. മനുഷ്യർ പൊതുവേ ഉണ്ട്, കുട്ടികൾക്ക് അത് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു അക്രമം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് കൂടുതലുണ്ടാവും. പിന്നെ പണസമ്പാദനത്തിന് വേണ്ടി ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം ജീവിത ചെലവ് വർദ്ധിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഏതെങ്കിലും ചെറിയ
സാധനമൊന്നുമല്ല അവരുടെ ആഗ്രഹമോ പ്രതീക്ഷയോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് വാങ്ങിക്കാൻ ഒക്കെ തന്നെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പണസമ്പാദന മാർഗങ്ങൾ അത് ചിലപ്പോൾ അക്രമത്തിലേക്ക് വഴുതി വീഴുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ അവർ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കുട്ടികളുടെ എല്ലാ ജീവിത ഇതിലും എന്ന പോലെ അവരുടെ ഈ അക്രമവാസനകൾക്കും ചിലപ്പോഴൊക്കെ പ്രേരകമാവാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പല ഗെയിംസ് ഉണ്ടല്ലോ ഇപ്പോൾ കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുട്ടികളെ ആത്മഹത്യ, കൊലപാതകം തുടങ്ങിയപ്പോൾ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷിതാക്കളുടെ നിയന്ത്രണമോ അവരുടെ ഇടപെടലോ ഒന്നും പ്രയോഗത്തിൽ വരാത്ത രീതിയിലുള്ള ഒരു പക്ഷേ രഹസ്യമായി തന്നെ അവരത്തരം ഗെയിമുകളിലൊക്കെ. ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ചില കേസുകളിൽ കുട്ടികൾ പാതിരാത്രിക്കൊക്കെ ഇരുന്ന് ഈ അക്രമവാസനയുള്ള ഈ ഗെയിമുകൾ കാണുകയും പിറ്റേ ദിവസം അത് രാവിലെ വീട്ടുകാരെ നമുക്ക് പ്രയോഗിക്കുന്ന ഒരു സ്ഥിതി പോലും നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നൊരു കേസിൽ കേസുകൾ പുറത്ത് പറയരുതെന്നൊക്കെയാണ് ഞങ്ങൾക്ക് നിയമമുള്ളത്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആളുകളുടെ പേര് പറയാതെ പറയാമല്ലോ. അപ്പോൾ ഒരു അമ്മ മരിച്ചൊരു കേസാണ്. അമ്മ വീണ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്. പക്ഷെ പോലീസ് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു പയ്യൻ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അമ്മയെ തള്ളിയെന്നും തള്ളിയപ്പോൾ ചുമരി തലയിടിച്ച് വീണ് അമ്മ മരിച്ചു എന്നാണ് പോലീസ് കേസ്. സ്വാഭാവികമായിട്ടും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളൊരു വകുപ്പിൻ്റെ ഇൻഡയറക്റ്റ് ഇതൊക്കെ ആയിട്ട് അവർ കേസിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ജാമ്യത്തിൽ വിടുക എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യം കുട്ടികളെ നമ്മൾ വേറെ ഒന്നും ഈ ചെയ്യാറില്ല. അപ്പോൾ ജാമ്യത്തിൽ വിടുന്ന ഒരു ഘട്ടത്തിൽ അച്ഛൻ്റെ മുഖത്തെ ഭാവവും പിന്നെ അച്ഛൻ പറയുന്ന ചില കുഴപ്പങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോലീസ് എൻക്വയറി കുറച്ചും കൂടി കർശനമായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത് ജാമ്യത്തിൽ വിട്ടു. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോലീസ് അടുത്ത റിപ്പോർട്ടുമായി വരുന്നത്. അതായത് അത് യാദൃശ്യമായി സംഭവിച്ചതല്ല, മറിച്ച് അമ്മയെ രാവിലെ എനിക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ അമ്മ മൊബൈൽ പിടിച്ചിട്ട് മൊബൈൽ ചോദിച്ച് മകൻ അക്രമാസക്തനായി അടുത്തുള്ള ഒരു ഇഷ്ടികെടുത്ത് അമ്മയുടെ തലയിലടിച്ചതാണ് കേസ്. അങ്ങനെയാണ് അമ്മ മരിച്ചത്. അപ്പോൾ അതാണ്. അപ്പോൾ തലേദിവസം കളിച്ച കളി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഈ ഇങ്ങനെ അക്രമം കാണിക്കുന്ന ഏതോ ഒരു വീഡിയോ ഗെയിമാണ് അവൻ രാത്രി 2 മണി വരെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ അത്തരം ഗെയിമുകൾ രക്ഷകർത്താക്കൾ അറിയാതെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി അക്രമവാസന കുട്ടികളിൽ കൂടി വരുന്നു. പിന്നെ നിയമവിരുദ്ധ സ്വഭാവം കുറച്ചൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ. പക്ഷെ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഈ മൊബൈൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓക്കെ പഠന കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ ഓരോ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ അയച്ചു കൊടുക്കുന്നതായാലും മൊബൈൽ ഫോൺ വഴിയാണ്. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭത്തിലും കൂടി പാരൻസിന്റെ ഒരു മേൽനോട്ട കുറവ് കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ മൊബൈലിൽ നോക്കുന്നതൊക്കെ പഠന കാര്യങ്ങളാണ് എന്നൊരു അന്ധമായൊരു ധാരണ നമ്മുടെ രക്ഷകർത്താക്കളുണ്ട്. പ്രത്യേകിച്ചും കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് മൊബൈൽ നോക്കുമ്പോൾ ടീച്ചറയച്ച വാട്സപ്പ് നോട്ട്സാണ് എന്നൊക്കെ വീട്ടുകാർ വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർ മറ്റേതെങ്കിലുമൊക്കെ ലോകത്തിലേക്ക് കുട്ടികൾ കടന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പം അതിന് ഇപ്പോൾ പഠനങ്ങൾ വെളിവാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലാകണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന ഒന്നല്ല മൊബൈൽ ഫോൺ. പ്രത്യേകിച്ചും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ തന്നെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടിൽ പൊതുവായി ഇരുന്ന് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ വേണം ചെയ്യാൻ എന്നൊരു നിർദ്ദേശം ഈ മാനസികാരോഗ്യ വിദഗ്ധ അടക്കം അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ
ഈ സ്വാഭാവികമായൊരു അട്രാക്ഷനാണ്. ഈ ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോയി നമുക്കായാലും വലിയവർക്കായാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ മുതിർന്ന ആൾക്കാരുടെ കേസ് എടുത്താലും നമുക്ക് പിന്നെയും അവിടെ നമ്മുടെ പിടിച്ചു നിർത്തുന്ന ഒരു തരം ഉണ്ടല്ലോ, ഒരു അട്രാക്ഷൻ. അപ്പൊ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അത്തരം അട്രാക്ഷൻ, അത് കളികളുടെ രൂപത്തിലായാലും കളി വിട്ട് കാര്യത്തിലേക്ക് കടക്കുമ്പോഴും അവരങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് നിയന്ത്രിക്കണമെങ്കിൽ അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ടുകൾ മൊബൈൽ അയച്ചു കൊടുക്കുന്ന ഈ വാട്സപ്പ് വിദ്യാഭ്യാസ രീതി പാടില്ല എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുട്ടികളുടെ പുസ്തകത്തിൽ നിന്നുള്ള ശ്രദ്ധ പോവുകയും ആവശ്യമില്ലാതെ മൊബൈലിൽ ഇപ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ അവൻ അത് മാത്രമാവില്ല നോക്കുന്നത്, അവൻ തൊട്ടപ്പുറത്തെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് മെസ്സേജിലേക്കോ ഫേസ്ബുക്കിലേക്കോ മെസ്സഞ്ചറിലേക്കോ ഒക്കെ കടന്നു പോകാം. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ്. അപ്പോൾ അത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ കുറേയൊക്കെ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ബലമായി നിയന്ത്രിക്കരുത്, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കി കുട്ടികളെ ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ വെബുകളുടെ ഒക്കെ അപകടങ്ങൾ അവരെ ബോധിപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. മയക്കുമരുന്നുകൾ കച്ചവടം എങ്ങനെ നടത്താം എന്നുള്ളതിനെപ്പറ്റി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായ സഹായം ചെയ്യുന്ന ഡാർക്ക് വെബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശൃംഖല നിലവിലുണ്ട്. ലോകമെമ്പാടും അതിന് വേരുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഭൂട്ടാനിൽ നിന്നോ അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്നോ ഒക്കെ മയക്കുമരുന്ന്, ഏറ്റവും പുതിയ മയക്കുമരുന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ എത്തിക്കാനുള്ള ഒരു ശൃംഖല ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ആ വഴിക്കൊക്കെയാണ് പോകുന്നത്, ഒരു കച്ചവടം ആ വഴിക്കാണ് നടക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മൊബൈലിൻ്റെ സ്വതന്ത്രമായ ഉപയോഗം എന്ന് പറയുമ്പോൾ തന്നെ അല്പമൊക്കെ പിന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യാവുന്ന തരത്തിലുള്ള ഇടപെടൽ പാരൻസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ എന്താ പറയാ, കർശനമായിട്ട് എതിർക്കാൻ പാടില്ല, ഒരു തരം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ. അതാണ് അതിൻ്റെ ശരിയായ വഴി. അതായത് എന്താ പറയുക, റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്ന് പറയും, ഉത്തരവാദിത്വമുള്ള രക്ഷാകർതൃത്വം അതവിടെ വേണം. വെറുതെ അനാവശ്യമായിട്ട് കുട്ടികളെ അത് എടുക്കുമ്പോഴേക്കും തല്ലാൻ പോവുക, ഇതെടുത്ത് വലിച്ചെറിയുക, അതൊന്നുമല്ല. അവരെ ഇത് ഒന്ന് ബോധ്യമാക്കി, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇടപെടും, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് റോളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ അപകടം മനസ്സിലാക്കി പിന്മാറാം. തീർച്ചയായിട്ടും. റീസെന്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഒരു സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകനോട്, പ്രിൻസിപ്പലിന്റെ നേരെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയുണ്ടായി. അപ്പോൾ ആ ഒരു ദൃശ്യം മറ്റൊരു അധ്യാപകൻ മൊബൈൽ വഴി പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഏത് പ്രശ്നത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അധ്യാപകൻ ചെയ്തത് ശരി, കുട്ടി ചെയ്തത് തെറ്റ് എന്നുള്ള ഒരു പൊതുവികാരമാണ് ആദ്യം വന്നത്. പക്ഷേ ആ കേസിൻ്റെ മെറിറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരികയും മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന നിയമമുണ്ട്. ആ മൊബൈൽ അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനെപ്പറ്റി ചോദിക്കാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി കുട്ടിയെ വിളിച്ചു വരുത്തിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കുട്ടിയുടെ വീഡിയോ എടുക്കാനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്താണ് ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് മനസ്സിലായത്. അത് ഒന്നാമതരം തെറ്റാണ്. കാരണം കുട്ടികൾ തിരുത്തപ്പെടേണ്ടവരാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ എല്ലാ ആളുകൾക്കുമുള്ള അഭിമാനവും ഒക്കെ തന്നെ കുട്ടികൾക്കുണ്ട്. ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരല്ലേ, ഞാൻ സ്വാഭാവികമായും ഫ്രസ്ട്രേറ്റഡ് ആവും. പ്രത്യേകിച്ച് ഒരു കുറ്റാരോപിതനായ ഒരു കുട്ടി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അധ്യാപകൻ്റെ അടുത്തേക്കോ വരുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടി പരിഭ്രമിച്ചോ ഒക്കെ ആവും വരുന്നു. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാതെ ആ കുട്ടിയെ അജിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷവും ചോദ്യങ്ങളും വന്നപ്പോൾ
സ്വാഭാവികമായും ഉണ്ടായ ഒരു പ്രതികരണം എന്നതിൽ കൂടിയിട്ടുണ്ടാകാം. കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെയൊന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ചിലപ്പോൾ കുട്ടികൾക്ക് അവരുടെ പ്രായതാണ്. അപ്പോൾ കുട്ടികളെ തിരുത്തേണ്ട അധ്യാപകർ അല്ലെങ്കിൽ തിരുത്തേണ്ട സമൂഹം അവരെ കുറ്റവാളികളായി മാത്രം കാണുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു തകരാറ്. രണ്ടാമത്തെ പ്രശ്നം, ജുവനൈൽ ആക്ട് നിലവിലുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്ന കുറ്റം ചെയ്തു എന്ന് കുറ്റാരോപിതനാണ് കുട്ടി. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റാരോപിതനായ കുട്ടികളുടെ ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും തന്നെ ഒരു സ്ഥലത്തും പ്രദർശിപ്പിക്കാനോ അയക്കാനോ പോലും പാടില്ല എന്നുള്ള നിയമം. അപ്പോൾ ആ എടുത്ത അധ്യാപകരും പ്രചരിപ്പിച്ച അധ്യാപകരൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റവാളികളായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് കിട്ടിയ വാർത്ത അനുസരിച്ച് ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് കുട്ടിയെ സ്കൂളിൽ തന്നെ നിലനിർത്താൻ PTA തീരുമാനിച്ചു. ഇതാണ് അതിൻ്റെ ഒരു ശരിയായ വഴി. കാരണം അധ്യാപകരും രക്ഷാകർത്താക്കളും കുറ്റം ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെ തള്ളിക്കളയപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളൊക്കെ ശൂന്യവും കുറച്ച് കഴിയുമ്പോൾ. കാരണം എല്ലാവരും ചെറിയ ചെറിയ കലാപകാരികളൊക്കെ ഉണ്ട്. കുറ്റം ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, തകരാറുണ്ടാക്കുന്ന അധ്യാപകരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതുണ്ട്. അതാണ് ഈ പ്രശ്നത്തിൽ പൊതുവേ കേരള സമൂഹത്തിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ആളുകൾ കൃത്യമായി ആലോചിക്കുകയും ഈ കുട്ടികളുടെ പക്ഷത്താണ് കുറേയൊക്കെ ശരി എന്ന്, അല്ലെങ്കിൽ കുട്ടിയെ തിരുത്താൻ കഴിയും എന്നുള്ള നല്ല ബോധ്യം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ പോയത്. സ്വാഭാവികമായും കുട്ടികൾ അങ്ങനെയാണല്ലോ. കുട്ടികൾക്ക് ഒരു സ്ഥിരമായി ഈ വൈരാഗ്യമൊന്നും കൊണ്ടു നടക്കുന്ന സ്വഭാവം നമ്മളും കുട്ടികളായിരുന്നല്ലോ. നമുക്കറിയാം എന്നെ തല്ലുമെന്ന് ചോദിച്ചാൽ തല്ലും എന്നാണ് പലപ്പോഴും നമ്മളും ആയാലും മറുപടി പറയാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എന്ന് പറയുന്ന ഒരു ഇത് നമുക്കൊക്കെ ഉള്ളതാണ്. അത് കുട്ടികൾക്ക് ഒരുപക്ഷെ വളരെ കൂടുതലായിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ നമ്മളിപ്പോൾ കുറ്റവാസനയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ഇപ്പോഴത്തെ സിനിമ കൂടുതൽ വയലൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകളാണ് ഏറിയ പങ്കും ഇറങ്ങുന്നത് തന്നെ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ റിലീസായിട്ടുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഈ ഒരു വയലൻസ് കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ കുട്ടികളിലെ കുറ്റവാളികളെ ഉണർത്തുന്നതാണോ, കുറ്റവാസന കൂട്ടുന്നതാണോ? തീർച്ചയായും എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലൻസ് ഇപ്പോൾ സമൂഹത്തിൽ വന്നൊരു വലിയ വ്യത്യാസമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ വയലൻസ് വർദ്ധിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് പ്രൊവോക്ക്ഡാണ് ആളുകൾ, അല്ലെങ്കിൽ പ്രൊവോക്ക്ഡ് വയലൻസ് എന്നുള്ള രീതിയിൽ ചെറിയ കാര്യത്തിന് പോലും വയലൻ്റ് ആവുന്നു. അതൊരു ഫ്രസ്ട്രേഷനൊക്കെ ഭാഗം. മാനസികമായ മനോരോഗ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ വൈരാഗ്യം വരുമ്പോൾ വയലൻസ് വരും. ഇതൊക്കെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ സമൂഹം മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലാന്ന് പറഞ്ഞുകൂടാ. നമ്മൾ എന്ത് പോസിറ്റീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് നെഗറ്റീവ് ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി സമൂഹത്തിൽ വരുന്ന സർഗസൃഷ്ടികൾ, അതായത് നാടകമായാലും സിനിമയായാലും ഒക്കെ തന്നെ അതിൽ വയലൻസ് ഒരു ഘടകമായി ഉൾക്കൊള്ളിച്ചു. ആ വയലൻസ് കുട്ടികളല്ല വലിയവരും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഈ അനുകരണ ഭ്രമം കൂടുതലാണ്. അവർക്ക് ഈ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ സിനിമയിലൊരു വയലൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ അവർ പെരുമാറും. അതിൽ തെറികൾ ഇവരെ വീട്ടിൽ പറയുന്ന തെറികളായി മാറും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ സിനിമകൾ ഒരു വലിയ പങ്ക് നമ്മുടെ യുവാക്കളെയും അതുവഴി കുട്ടികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയൊരു പടത്തിൽ ചെവി കടിച്ചു പറിക്കുന്ന രംഗമൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരുണ്ടായൊരു 15 വയസ്സുകാരൻ 17 വയസ്സുകാരനെ അടിച്ചു കൊല്ലുന്നൊരു സ്ഥിതിയുണ്ട്. ഞാൻ പ്രവൃത്തിയെടുക്കുന്ന ഹോമിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ അവിടെ കുട്ടികൾ പറഞ്ഞൊരു, ഞാൻ കുട്ടികളുമായിട്ട് അതിന് ശേഷം അവരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ കൊല ചെയ്ത പയ്യനും ഈ കൊല്ലപ്പെട്ട പയ്യനും തമ്മിൽ തലേ ദിവസം രാത്രി സംസാരിച്ചിരുന്നത് ഈ അടുത്തിറങ്ങിയ സിനിമയിലെ വയലൻസ് സീനിനെ പറ്റിയാണ്. ആ സീനിനെ പറ്റിയുള്ള ചർച്ച കാര്യമായി നടത്തിയിട്ടാണ് അവർ ഉറങ്ങാൻ കിടന്നതും. ഉണർന്നപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായി. ഈ ഒരാളുടെ 15 വയസ്സുകാരൻ്റെ ചുണ്ടൊന്ന് മുറിഞ്ഞു, അവൻ കൈ കൊണ്ട് തട്ടിയപ്പോൾ. ആ ചുണ്ട് മുറിഞ്ഞപ്പോൾ
ഇവന് പെട്ടെന്ന് ഈ വയലൻറ്റ് റിയാക്ഷനാണ് വന്നത്. അവൻ ഓടിപ്പോകുന്നു, ചുറ്റിയെടുക്കുന്നു, അടിക്കുന്നു, അവിടെ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചു. അപ്പോൾ സിനിമയുടെ സ്വാധീനം അതിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഹോമിലെ കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കുട്ടി ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ സ്കൂളിൽ പോകുമല്ലോ കുട്ടികൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളായിരിക്കാം ഒരു പക്ഷേ ആ സിനിമയെ പറ്റിയുള്ളത്. അപ്പോൾ അതിലെ വയലൻസ് സീനൊക്കെ കുട്ടികളെ സ്വാധീനം ചെലുത്തും. അപ്പം അത് അത്തരം സിനിമകൾ കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിയമപരമായിട്ട് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ തന്നെ കുട്ടികളിൽ ഈ ഒരു കാര്യം പറയുമ്പോഴും ഇങ്ങനെ പ്രൊവോക്ഡ് ആവുന്നതല്ലെങ്കിൽ കൂടിയും വീട്ടിൽ നിന്ന് ഇപ്പോൾ രക്ഷിതാക്കൾ വഴി എന്തെങ്കിലും ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ പലപ്പോഴും പല സാധനങ്ങളും എടുത്ത് ഉടക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അത് മുമ്പും ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ളതല്ല. കാരണം ഈ ആങ്കർ റെസ്പോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ആങ്കർ സൈക്കോളജി എന്നൊക്കെ പറയും. ദേഷ്യം വരുന്നത് പലർക്കും പല രീതിയാണ്, അത് പ്രകടിപ്പിക്കുന്നതും പല രീതിയിലാണ്. ചില കുട്ടികൾക്ക് ഒരു ചെറിയ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് പോയി അത് പ്രകടിപ്പിക്കുന്ന രീതി കാണാറുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കേസിൽ ആ കുട്ടിയുടെ ഇതിൽ അവൻ്റെ സൈക്കോളജിക്കലൊക്കെ അവന് ആങ്കർ റെസ്പോൺസ് കൂടുതലാണ്. അപ്പോൾ അതിന് പക്ഷേ ട്രെയിനിങ് കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉടനെ തന്നെ അവനെ ഒന്നിനും കൊള്ളാത്തവനായി നമ്മൾ മാറ്റിയാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ആ ചികിത്സ ലഭിക്കാതെ, ആവശ്യമായ കൗൺസിലിംഗ് ലഭിക്കാതെ അവൻ ജീവിതത്തിലേക്ക് പിന്നെയും പോകും. അപ്പോൾ വലിയ കുറ്റവാളിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായിട്ട് അവൻ മാറും. അപ്പോൾ ഇത് തിരിച്ചറിയേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. വീടുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനിപ്പോൾ കൗൺസിലിങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഒരു കൗൺസിലറുടെ സഹായത്തോടുകൂടി, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാം. പിന്നെ ഹോമുകളിൽ ഇത് ഇപ്പോൾ അനാഥർ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ കൃത്യമായി ജീവിതത്തിൽ അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഫാഷൻ എന്ന പോലെ വിവാഹമോചനം പെരുകി വരുന്നൊരു കാലം കൂടിയാണ്. ഫാഷൻ ഞാനത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞല്ല കേട്ടോ. പക്ഷേ രണ്ട് കുട്ടി ഉണ്ടായതിന് ഒരു കുട്ടിയൊക്കെ ഉണ്ടായതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ വൈരാഗ്യം അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് വരുന്നു, അവർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ കുട്ടി ആരുടെ കസ്റ്റഡിയിൽ, ആരുടെ കൂടെ എന്നുള്ള ചോദ്യം കോടതിയിൽ. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഞാനൊക്കെ CWC ചെയ്യുന്നപ്പോൾ അവിടെ സ്ഥിരം പരാതി വരും, അച്ഛൻ്റെ കൂടെ വിട്ടു, ശരിക്കും അമ്മയുടെ കൂടെയാണ് വിടുന്നത്, അതുകൊണ്ട് CWC ഇടപെടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതിനകത്ത് അവിടെ ചെയ്യാമെന്ന് വെച്ചാൽ അച്ഛനും അമ്മേനും ഈ മക്കളെയൊക്കെ കൂട്ടിയിരുത്തി ഒന്നൊക്കെ സംസാരിച്ച് താൽക്കാലികമായെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാൻ. ചില കേസുകളിൽ അതിനെ തുടർന്ന് തന്നെ അവർ തമ്മിൽ യോജിച്ച് പോകുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്രോക്കൺ ഫാമിലികൾ, ഈ എല്ലാ കേസുകളിലും നോക്കിക്കഴിഞ്ഞാൽ ബ്രോക്കൺ ഫാമിലികളിൽപ്പെട്ട കുട്ടികളാണ് ഈ ഹോമുകളിൽ വരുന്നതും ഈ മറ്റേ കൊലപാതകം തുടങ്ങിയ കുഴപ്പങ്ങളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ്. ആ ബ്രോക്കൺ ഫാമിലിയിൽ മദ്യം, മയക്കുമെന്നൊക്കെ ഒരു ഘടകം. ബേസ്ഡ് ഓൺ ഹ്യൂമൻ സൈക്കോളജി നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പോൾ നമുക്ക് തന്നെ പലരുടെയും അനുഭവത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമോഷൻസ് അത് നമ്മൾ പ്രകടിപ്പിക്കണം. ഇമോഷൻസ് പറയുമ്പോൾ ഏത് ഇമോഷൻസ് ആയാലും. പക്ഷേ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ആങ്കർ, അത് ഇപ്പോൾ കുട്ടികൾ പല വസ്തുക്കളും വലിച്ചെറിയുന്നതും ആ ഒരു കാര്യവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്? അതായത് ഈ കുട്ടികൾ എറിയുന്നതിനെ ന്യായീകരിക്കില്ല, പക്ഷെ അവരെന്തുകൊണ്ടത് ചെയ്യുന്നു, അവന് ആങ്കർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവനെ അവൻ്റെ കൺട്രോൾ പോകുന്ന കാരണം എന്താണെന്ന് കണ്ടെത്തലാണ് അതിനകത്തുള്ള പോംവഴി എന്ന് പറയുന്നത്. അതിനാണ് ഒരു കൗൺസിലറുടെ സേവനം, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനമൊക്കെ. ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ അത്തരം ഒരു ഇതുണ്ടാവും, ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചെറിയ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ആങ്കർ വി ക്യാൻ കൺട്രോൾ വെരി ഇഫക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ കുട്ടികളെയൊക്കെ ചികിത്സിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഒരു നോർമൽ റെസ്പോൺസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ കൺട്രോൾ ലിമിറ്റിൽ ഇതിനെ നിർത്തുക എന്നുള്ളിടത്താണ് നമ്മുടെ കഴിവെന്നല്ല പറയുന്നത്, അതാണ് അതിൻ്റെ ശരിയായ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിമിറ്റിൽ നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നതിന് ചില എക്സസൈസുകളുണ്ട്, ചില ഗ്രൂപ്പ് ഗെയിംസൊക്കെ നമ്മൾ അതിന് ഉപയോഗിക്കാറുണ്ട്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചില എക്സസൈസുകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ ആ ഒരു
എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ സാധാരണ തന്നെ ചെയ്യാറുണ്ടല്ലോ. ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണും എന്നൊക്കെ കാരണം നമ്മുടെ ശ്രദ്ധ അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾ അപ്പോൾ ഇതൊരു എന്താ അത്ര സുഖമുള്ള സ്വഭാവമല്ല എന്ന് കുട്ടിയെ ബോധിപ്പിച്ചു. കാരണം ആ ഒരു അറ്റൻഷൻ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ പക്ഷേ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം ഈ ആങ്കർ വരുന്ന കുട്ടികൾ പലരും ഈ സെൽഫ് ഹാമിംഗ് ആണ്. കൈ മുറിക്കുക, കഴുത്ത് മുറിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്. പിള്ളേരുടെ എടുത്തിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൽഫ് ഹാമിങ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ സെൽഫ് ഹെയ്റ്റ്, സ്വയം ഇങ്ങനെ വെറുക്കേണ്ട ഒരു അവസ്ഥ എന്താ വരുന്നത് എന്നുള്ളത് നോക്കി വരുമ്പോഴാണ് പലപ്പോഴും ഈ കുട്ടിയുടെ ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റാണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അതിനുള്ള പരിഹാരങ്ങൾ വെറുതെ ഉപദേശിച്ചത് മാത്രമല്ല, ആ ഒരു നെഗറ്റീവ് എനർജി കളഞ്ഞെടുക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കളയുന്ന രീതിയിലുള്ള എക്സസൈസുകളും ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ഈ സെൽഫ് ഹാമിംഗ് ഒക്കെ നിർത്തും. അങ്ങനെ നമുക്കത് ഒന്നും നത്തിങ് ഈസ് ഇൻക്യൂറബിൾ എന്നാണ് ഞങ്ങളൊക്കെ അതിനകത്ത് പറയാം. എന്ന് വിചാരിച്ച് കുട്ടി ഇപ്പോൾ തൂള്ള കടലാസായിട്ട് അങ്ങ് തരാമെന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹീ ക്യാൻ ബി കറക്റ്റഡ് ടു എ സർട്ടൻ ലിമിറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ അവൻ ജീവിച്ച് പൊക്കോളും എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അതെ. അപ്പോൾ ഇതുപോലുള്ള കൗൺസിലിംഗ് എന്ന് പറഞ്ഞു, അത് പാരൻസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണോ കൗൺസിലിംഗ്? ചിലപ്പോൾ വേണ്ടി വരും. ഫാമിലി കൗൺസിലിംഗ് ഞങ്ങൾ JJBയും CWBCയും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റിന് നടപ്പാക്കുന്നുണ്ട്. കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുണ്ട്. ആ കാവൽ പദ്ധതി എന്ന് പറയുന്നത് ഇത്തരം കുറ്റാരോപിതരായ കുട്ടികൾ അവരെ താമസിപ്പിക്കുന്ന സ്ഥലം, ഒബ്സർവേഷൻ ഹോം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ കാവൽ പദ്ധതി കുട്ടികളെ വരുത്തി അവിടെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് റെഗുലറായിട്ട് ചെയ്യാം. ഇനി അതല്ല, അവരെ വീടുകളിൽ പോയി കണ്ട് അവരുടെ രക്ഷിതാക്കൾക്ക് ആവശ്യമായ ഇതൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് കൗൺസിലിംഗ് ഒക്കെ നടത്തി, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ നടത്തി നമ്മൾ അങ്ങനെ. അപ്പം വളരെ ഡ്രമാറ്റിക്കായ ചേഞ്ച് കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ വാഹനമോഷണം സ്ഥിരമായി നടത്തിയിരുന്ന ആളുകളുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികൾ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പൂരത്തിന് മുമ്പ് ബൈക്ക് ഇരിക്കുന്നുണ്ടോ എടുത്ത് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എന്തിനാന്ന് ചോദിച്ചപ്പോൾ എടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ അത് അവൻ്റെ ഒരു ഇൻബോൺ ക്യാരക്ടറാണത്. അപ്പോൾ അത് നോക്കി അവനത് മനസ്സിലാക്കി അതിനാവശ്യമായ റെമഡിയൽ മെഷേഴ്സ് അവൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ വീട്ടുകാരെ ചേർത്തിരുത്തി അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അവനൊക്കെ കോളേജിലൊക്കെ പഠിച്ച് നല്ല മിടുക്കലായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങളൊക്കെ കാണാൻ വരുമൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി അവിടെ സർക്കാർ സർവീസിൽ കയറി ഞങ്ങളെ കാണാൻ വരുമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ആരും ഇൻകറക്റ്റബിൾ എന്ന് പറഞ്ഞൊരു ശരിയല്ല, ഒരു പരിധി വരെയൊക്കെ കറക്റ്റബിളാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എത്ര സിറ്റിങ്ങോളം ഒരു കണക്കില്ല. പക്ഷേ കാവൽ പദ്ധതിയുടെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവൽ പദ്ധതി ഈ 18 വയസ്സ് വരെയാണല്ലോ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് 18 വയസ്സ് വരെയുള്ളവരാണ് ചൈൽഡ് എന്നത്. പക്ഷേ ഈ കാവൽ പദ്ധതിയിൽ ഇവനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 21 വയസ്സ് വരെ ഹി വിൽ ബി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ കാവൽ പദ്ധതി. അങ്ങനെയാണ് 21 വയസ്സ് വരെ കുട്ടി. അപ്പോൾ ഇവനെ പഠിപ്പിക്കേണ്ട കാര്യം, ഇവന് പൂർണ്ണ ഉത്തരവാദിത്വം, ഒറ്റ പൈസ ഈ കുട്ടി അടക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാവ് അടക്കേണ്ടത് എല്ലാം ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ ഈ സംവിധാനമാണ്. അതിൻ്റെ ഒരു മേൽനോട്ടം JJBക്കാണ്. JJB അത് ചെയ്യുകയും അങ്ങനെയൊക്കെ കുട്ടികളെ കറക്റ്റഡാക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സംശയമാണ്, പൊതുവെ എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന സംശയമായിരിക്കും ഇതെന്നാണ് തോന്നുന്നത്. കാരണം ഒബ്സർവേഷൻ ഹോമിൽ എത്തപ്പെടുന്ന കുട്ടികളുണ്ടാവുമല്ലോ, പലതരത്തിൽ കുറ്റാരോപണ വിധേയരാകുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ ആ ഒരു ഒബ്സർവേഷൻ ഹോമിൻ്റെ കീഴിൽ ഉണ്ടാകുമ്പോൾ, ഒരുമിച്ചുണ്ടാകുമ്പോൾ അത് അവരിൽ എന്തെങ്കിലും രീതിയിലുള്ള ചോദിക്കുന്നത് മനസ്സിലായി. കാരണം അതായത് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാളുടെ പ്രശ്നം മറ്റൊരാളിലേക്ക് അത് ഒരു സാധ്യതയാണെങ്കിൽ പോലും അത് സംഭവിക്കാതിരിക്കാനാണ് ഒബ്സർവേഷൻ ഹോമിലെ
കുട്ടികളുടെ കെയർ നമ്മൾ ചെയ്യുന്നു. ഓക്കെ. കാരണം ഒബ്സർവേഷൻ ഹോമിൽ കിടക്കുന്ന എല്ലാ കുട്ടികൾക്കും മാനസിക ആരോഗ്യത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധിതമായി തന്നെ കൗൺസിലിങ്ങും ഗ്രൂപ്പ് കൗൺസിലിങ്ങും ഒക്കെ നടത്തി അവരെ ഈ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും നിയമപരമായി എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് അവരെ നന്നായി ബോധ്യമാക്കും. അതോടൊപ്പം തന്നെ വി ആർ വിത്ത് യു, അതായത് സമൂഹം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കുകയും തെറ്റായ വഴിക്ക് പോവലല്ല നിൻ്റെ പ്രശ്നത്തിനുള്ള പോംവഴി എന്ന് പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഒബ്സർവേഷൻ ഹോമിൽ കടന്നിരുന്ന ചില കുട്ടികളെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാർ ഹോട്ടലുകളിൽ അവർ ഷെഫുമാരായും ഒക്കെ പ്രവർത്തിയെടുക്കുന്നത്. കാരണം ഞങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. അവരെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് വിടും. സർക്കാർ തന്നെയാണ് ആ പൈസ മുഴുവൻ കൊടുക്കാൻ, സീറ്റ് വാങ്ങിക്കാനും ഫീസ് കൊടുക്കാനൊക്കെ ഉള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ നോക്കാൻ ആരുമില്ലാതെ എന്ന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പയ്യൻ ഇപ്പോൾ നമ്മുടെ ഹോമിൽ നിന്ന് കേരളത്തിലെ പ്രസിദ്ധമായൊരു ഫുട്ബോൾ ടീമിൽ അംഗമാണ്. ഇപ്പോൾ കോച്ചിങ് ക്യാമ്പിലുണ്ടാവുക. അയാൾക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങൾ പ്രോട്ടീൻ കൊടുക്കാനുള്ള ഏർപ്പാടുകളും കൂടി ചെയ്തിട്ടാണ്. അപ്പോൾ സമൂഹം കൂടെയുണ്ട്, നോക്കാൻ ആളുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ വ്യത്യാസമാണ് ഉണ്ടാകുക. അച്ഛനമ്മയും നോക്കിയേ വേണ്ട, ഒരുപാട് അച്ഛനമ്മമാർ നിങ്ങളെ നോക്കാൻ സംരക്ഷണ വലയുണ്ട് ബോധിപ്പിക്കുകയേ വേണ്ടൂ. അപ്പോൾ കുട്ടികൾ ഹാപ്പിയാണ്. അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാ കുട്ടികൾ. ആ സ്വപ്നം ഇപ്പോൾ ഒരു ക്രോക്സ് ഷൂ കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ടാണ് ഒരുത്തൻ അമ്മേനെ തല്ലാൻ പോയത്. അമ്മ പറഞ്ഞു ക്രോക്സ് വാങ്ങിക്കാൻ എന്തെങ്കിലും കാശില്ല സാറേ. ഞാൻ ചോദിച്ചു ഇത്ര വിഷമമുണ്ടോ? ഞങ്ങൾ തരാമല്ലോ പൈസ. കാരണം അതിന് ഫണ്ടുണ്ട്. അത്തരം കുട്ടികളുടെ ഇതിനൊക്കെ ആയിട്ട് സർക്കാർ ഫണ്ട് തന്നിട്ടുണ്ട്. ആ ഫണ്ട് വെച്ച് അതിന് ആവശ്യമായ സാധനം ക്രോക്സ് ഷൂ എന്ന് എഴുതില്ല എന്നുള്ളൂ. പക്ഷേ അതിനാവശ്യമായ പാദരക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാൻ വകുപ്പുണ്ട്. അത് വാങ്ങിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രശ്നം തീർന്നു. അവൻ കൃത്യമായി പരീക്ഷ എഴുതി പാസ്സായി. അപ്പം ഇങ്ങനെ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ സ്കൂളിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇങ്ങനെ ആവാൻ എന്താ നമ്മൾ ചോദിക്കാത്തത്? എന്തിങ്ങനെ ആവാന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ വരും. അതിൽ നമുക്കൊക്കെ തന്നെ ചിലപ്പോൾ ചെറിയ പങ്കൊക്കെ കാണും. അതാണ്. അപ്പോൾ അത്തരം ഒരു ഇടപെടലാണ്, സമൂഹത്തിൻ്റെ ഇടപെടലാണ് ഇത്തരം ഇതിൽ വേണ്ടത് എന്നാണ് ഞങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാക്കനാടൊക്കെ ഹോമുണ്ട്. ആ ഹോമിലേക്കാണ് നമ്മൾ കുട്ടികളൊക്കെ പലപ്പോഴും പറഞ്ഞു വിടാറ്. ഒബ്സർവേഷൻ ഹോം. ജനറ്റിക്കലി കുറ്റം ചെയ്യാനുള്ള പ്രവണത കുട്ടികളിൽ കൂടി വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ ഒരു അഭിപ്രായത്തോട് ജനറ്റിക്കലി എന്നുള്ള വാക്ക് ശരിയല്ല. കാരണം ജനിതകമായ തകരാറ് കൊണ്ട് കുറ്റവാളികളാവുന്നു കുട്ടികൾ എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഇപ്പോഴും ഇല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. നാളെ അത് കണ്ടെത്തിക്കൂടാനില്ല. ദ സ്റ്റോറി ഓഫ് സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ സീരിയൽ കില്ലർമാരായ ആളുകളുടെ ജനിതക ഘടന ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. പക്ഷെ അതിലും ഒരു ജനിതക തകരാറ് കൊണ്ടാണ് ഈ ആൾ അല്ലെങ്കിൽ ഈ വ്യക്തി ആ സീരിയൽ കില്ലറായി മാറിയത് എന്നുള്ളതിന് തെളിവുകളില്ല എന്നില്ല. സാഹചര്യങ്ങൾ, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രൊവോക്കേഷൻസ്, മാനസികമായ ചില തകരാറുകൾ, ഇതൊക്കെയാണ് അതിനുള്ള അതിലൊരു പ്രധാനത കാണുന്നത്. സോഷ്യലി പൊരുത്തമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്ന ആളുകളാണ് അത്തരം ഇതിൽ ഈ സീരിയൽ കില്ലേഴ്സായി മാറിയതെന്നാണ്. സീരിയൽ കില്ലറല്ല, ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്ന ആളാണെങ്കിലും ജനിതക ഘടന അതിനകത്ത് ഒരു പ്രധാനതായിട്ട് ഇപ്പോഴും നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല ശാസ്ത്രീയമായിട്ട്. അതാണ് അതിനുള്ള ഉത്തരം. പിന്നെ ഈ ചെറുപ്പം മുതലുള്ള ആ ഒരു കുറ്റവാസന അത് രക്ഷിതാക്കൾ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തന്നെ തിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പൊ നമുക്ക് റിപ്പർ ചന്ദ്രന്റെ കേസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞത് അതായത് രക്ഷിതാക്കൾക്ക് ഇതിനകത്ത് വലിയ റോളാണ്. രണ്ടാമത് സൊസൈറ്റിക്ക് ഒരു വലിയ റോളാണ്. സമൂഹം ഈ കള്ളൻ്റെ മകൻ കള്ളൻ എന്നൊരു ഇക്വേഷനിലാണ് പോകുക. പക്ഷേ കള്ളൻ്റെ മകൻ കള്ളനല്ലാതെ വളർത്തേണ്ട ചുമതല ആർക്കാം? രക്ഷകർത്താവ് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സമൂഹം വിചാരിച്ചാൽ നീ കള്ളൻ്റെ മോനെ നീ ഇതേ ചെയ്യൂ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയാൽ കുട്ടികൾ സ്വാഭാവികമായും ഫ്രസ്ട്രേറ്റഡ് ആവും. എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്നൊരു മാനസികാവസ്ഥയിൽ കുട്ടികൾ പോവുകയും ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, കള്ളൻ്റെ മകൻ കള്ളനായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ഈ കള്ളൻ്റെ മകൻ കള്ളനായി മാറേണ്ട ഒരു ജനിതക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും അതിനകത്തില്ല. അത് സാമൂഹ്യ സ്വഭാവം, സാഹചര്യം, ഇതൊക്കെയാണ് അതിനകത്തുള്ള ഘടകങ്ങൾ. അപ്പം അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഇടപെടണം എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് തെറ്റുവെച്ചാൽ അവൻ കറക്റ്റബിളാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാകണം. അതാണ്. പക്ഷേ ഈ ഒബ്സർവേഷൻ ഹോമിലെത്തിയ കുട്ടിയെ ഇതേ രീതിയിൽ കൗൺസിലിംഗ് വഴിയായാലും മറ്റ് നിയമോപദേശത്തിലൂടെ ആയാലും കറക്റ്റ് ചെയ്ത് വന്നിട്ട് അവസാനം ആ കുട്ടി പൊതുസമൂഹത്തിൽ ഇറങ്ങി അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹം ആ ഒരു കുട്ടിയെ ഏത് രീതിയിലായിരിക്കാം നോക്കിക്കാണുന്നത്? ഒരു കുറ്റവാളി എന്ന രീതിയിൽ തന്നെയല്ലേ നോക്കിക്കാണുന്നുണ്ടാവുക? അത് സമൂഹത്തിൻ്റെ ഡിപ്പെൻസ്. കാരണം അവനെ വളരെ സൗഹൃദത്തോടു കൂടി കാണുന്ന കുറേ ആളുകൾ സമൂഹത്തിലുണ്ടാവും. പക്ഷെ കുറ്റപ്പെടുത്തലും ഏറ്റവും വേദനാജനകം ഈ സഹതാപത്തോടെയുള്ള നോക്കൽ തന്നെ ആയിരിക്കും. സഹതാപം പിന്നെ സഹിക്കാം, അവനെ സംശയത്തോടു കൂടി നോക്കുന്നു എന്നുള്ളതാണ്. ഒരു അടുത്ത വീട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവനായിരിക്കാം എന്ന തരത്തിൽ. അപ്പോൾ ഒരു സോഷ്യൽ റീഹാബിലിറ്റേഷൻ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറ്. സാമൂഹ്യമായി അവനെ പുനരധിവസിപ്പിക്കണം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇവനൊരു വീട്ടിൽ കയറ്റെന്ന് കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറ്റാതിരിക്കുന്ന സ്ഥിതിയൊക്കെ ചില അയൽവക്കക്കാരൊക്കെ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ മക്കളോട് പറയും അവൻ്റെ കൂടെ കൂടുണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ അല്ലെങ്കിൽ അവളെ, ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇത്തരത്തിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ആ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ സമൂഹം പെരുമാറുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വീണ്ടും പിന്നാക്കം പോവുകയും അവർ വീണ്ടും കുറ്റവാസനകളുള്ളവരായി മാറുകയും ചെയ്യും. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ചുമതലയാണ് ഇത്തരം കുട്ടികളെ സോഷ്യലൈസ്ഡ് ആക്കുക എന്നുള്ളത്. അസാധ്യവുമാണ്. കാരണം നമ്മളൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ, സമയം അനുവദിക്കുക എന്നുള്ളതുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില നാട്ടുമ്പുറങ്ങളിലൊക്കെ അവന് വേണ്ടി അവനെ ഇങ്ങനെ കൊണ്ടു നടക്കാനും അവനെ സ്നേഹിക്കാനൊക്കെ ഉള്ള ധാരാളം ആളുകൾ വരികയും അവൻ അവിടുത്തെ ഒരു പ്രധാന ആളായി മാറുകയൊക്കെ ചെയ്ത ധാരാളം കേസുകൾ ഞങ്ങളുടെ മുമ്പിലൊക്കെ വരാറുണ്ട്. തിരിച്ചുണ്ട് കേട്ടോ. കാരണം അവിടെ പോകാൻ വയ്യ, നാട്ടിൽ പോകാൻ വയ്യ, എന്നെ വേറെ എവിടേക്കെങ്കിലും ആക്കും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളും ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ഇല്ല, നമ്മൾ അവനെ വീണ്ടും, കാരണം ഈ നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു 1000 കുളത്തിൻ്റെ വായ കെട്ടാം, ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റിയ ആൾക്ക് നമ്മൾ പറയുന്ന അത് പ്രായോഗിക തലത്തിലെത്രത്തോളം എന്ന് അറിയില്ലെങ്കിൽ പോലും അവനെ ആശ്വസിപ്പിച്ച് അവന് ഈ ഇതിനെ നേരിടാൻ പര്യാപ്തമായ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവന് ജോലി സ്ഥിരത, സാമ്പത്തിക സ്ഥിരത ഇതൊക്കെ ഉറപ്പാക്കുന്ന തരത്തിൽ അവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും എളുപ്പവഴി. കാരണം ചെറിയ ജോലിയാണെങ്കിലും എനിക്കൊരു വരുമാനം ഉണ്ടെന്നും എനിക്കൊരു ആശ്രയം ഉണ്ടെന്നൊക്കെ അവൻ തോന്നിക്കഴിഞ്ഞാൽ അവന് പിന്നെ അതൊന്നും വിഷയമല്ല. അപ്പം അത്തരത്തിലുള്ള ഇടപെടലൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളൊക്കെ കൂടി ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അതാണ് സോഷ്യൽ റീഹാബിലിറ്റേഷനാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. സർ, ഈ കുറ്റവാളികളായ അമ്മമാരുണ്ടാവില്ലേ ജയിലിൽ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ കുട്ടികളെ 5 വയസ്സ് വരെ കൂടെ താമസിപ്പിക്കാനുള്ള അനുവാദം ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഈ കുട്ടികൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവർക്ക് മറ്റ് രക്ഷാകർത്താക്കളുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ അമ്മയിലേ ചെയ്തുള്ളൂ, അച്ഛൻ പുറത്തുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്ഷിതാക്കളുണ്ടാകാം, അവർക്ക് കുട്ടിയെ കൊണ്ടുപോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവാതിരിക്കാൻ ഒക്കെ ആയിട്ട് സർക്കാർ അതിന് ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി സ്കീം തന്നെ നിലവിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത്, അതായത് അമ്മ കുറ്റവാളിയായി എന്നുള്ളതുകൊണ്ട് കുഞ്ഞ് വിഷമിച്ചു പോയത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം അനാഥമാവരുത് എന്നുള്ളത് നല്ല ബോധ്യം സർക്കാരിനുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ രക്ഷാകർത്താവ് ഇല്ലാന്ന് വെച്ചാൽ അതൊക്കെ നോക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ ഹോമിലേക്ക് മാറ്റുകയും അവിടെ ആ കുട്ടിയുടെ പഠിപ്പും മറ്റ് ജീവിതമൊക്കെ തുറന്നു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ഒരിക്കലും ഒരു എന്താ പറയുക അനാഥത്വമോ, ആ വാക്ക് ശരിയല്ല എങ്കിൽ പോലും ആരോഗ്യമില്ലാത്തവരായി ജീവിക്കേണ്ടത് സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കാർ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. ഇപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം നമ്മൾ കൊടുത്തിട്ടുള്ള ആ കുട്ടികൾക്ക് തന്നെ സിംഗിൾ പാരന്റ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ആ കുട്ടികളെ വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടോ?
തീർച്ചയായും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മൾ. ഈ സംവിധാനം തന്നെ ആ പാരൻറ്റ് മാറി നിൽക്കരുത് എന്നാണ് നമ്മൾ പറയും. കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് വരികയും കഴിയുമെങ്കിൽ ഈ വെക്കേഷനോ അല്ലെങ്കിൽ മറ്റവധി ദിവസങ്ങളൊക്കെ കൊണ്ടുപോയി രക്ഷകർത്താവ് നോക്കാം. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ അതല്ല മറ്റേതുണ്ടെങ്കിൽ കെയർടേക്കറുടെ ഒരു അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ സഹായത്തോടുകൂടി രക്ഷകർത്താവിന് കുട്ടീനെ പുറത്തൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് ഈ ഹോമിൽ കൊണ്ടാക്കാവുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് മറ്റൊരു രക്ഷകർത്താവ് കൂടി ഉണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അനാഥരായിട്ടുള്ള കുട്ടികളുടെ കേസ് അപ്പോൾ ഏത് രീതിയിലാണ്? കാരണം ആരും അത് 100% പാരൻ്റില്ലാത്ത കുറേയേറെ കുട്ടികളുണ്ട് ഹോമിലൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൊതുവെ ചെയ്യാറുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീക്കിലി ടൂറ്, മന്ത്ലി ടൂറ്, ക്വാർട്ടർലി ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോവുക. ഗ്രൂപ്പായിട്ടൊക്കെ അവരെ ആ ഹോം നിൽക്കുന്ന പ്രദേശത്തുള്ളതോ അല്ലെങ്കിൽ ദൂരെയുള്ളതൊക്കെ ആയ വരുത്തി കെയർടേക്കേഴ്സ് അവിടെ കൊണ്ടുപോവുകയും സിനിമ കാണിച്ചു കൊണ്ടുപോവുകയും. ഇപ്പോൾ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മൾ അട്ടപ്പാടിയിലേക്കും മലമ്പുഴയിലേക്കൊക്കെ അവരൊരു സിംഗിൾ ഡേ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടു. കാലത്ത് പോയി രാത്രി തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ പോയത് മൂന്നാറിലേക്കാണ്. അപ്പോൾ നമ്മൾ 12 to 12 എന്നുള്ളൊരു സമയം കണക്കായി രാത്രി 12 മണിക്ക് പോയി പിറ്റേ ദിവസം രാത്രി 12 മണിക്ക് തിരിച്ചെത്തുന്ന അങ്ങനെ ഒരു ദിവസമാക്കി മാറ്റിയപ്പോൾ അവർക്ക് പകലും രാത്രിയും മൂന്നാറും അതുപോലെ യാത്രയും ആകാമെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടക്കുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്കെങ്കിലും ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ പോകാറുണ്ട്. കാരണം ആ കുട്ടികൾക്ക് ഞങ്ങളും ഉണ്ട് ഒരു തോന്നലുണ്ടാക്കാനല്ല. അതായത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ സമൂഹം അവരെ ചേർത്ത് നിർത്തുന്നതല്ല. ഈ ചുരുങ്ങിയ നേരം കൊണ്ട് ഇത്രയും തിരക്കുകൾക്കിടയിലും ഇത്രയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന് മീഡിയ ഭാരതിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രം അഥീന.